വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖം പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ് കമ്മീഷനിംഗ്. മുമ്പ് തന്നെ തുറമുഖം കുതിപ്പിലാണെന്നും ദക്ഷിണേന്ത്യയുടെ ചരക്ക് ഗതാഗതത്തിന്റെ ഭാഗമായി വിഴിഞ്ഞം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിക്കൊണ്ടുള്ള 9 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. അടുത്ത ഒരു വർഷം അതിൻ്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക. LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. 10ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഓരോ മലയാളിക്കുമുള്ള സമ്മാനമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിംഗ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണയാണ് സർക്കാരിൻ്റെ ശക്തി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വാർത്താ സമ്മേളനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ? വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാർ, അതായത് LDF സർക്കാർ തന്നെയാണ് കഴിഞ്ഞ ഈ കാലയളവിൽ 9 വർഷമായി വിഴിഞ്ഞത്ത് വലിയ മാറ്റം കൊണ്ടുവന്നത് എന്ന് തന്നെയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇത് ആരുടെ പങ്കാണ് എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ജനങ്ങൾ തന്നെ അത് വിലയിരുത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഈ അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഒക്കെ പറയുന്ന കാര്യം, അതായത് പ്രധാനമായും ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരുക്കമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗം, അതായത് പ്രതിപക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. നേരത്തെ ഇരുന്ന സർക്കാരിന്റെ ഭാഗത്തേക്കാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ 9 വർഷമായി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൽ, അതായത് ഏകദേശം കഴിഞ്ഞ 9 വർഷമായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് LDF സർക്കാരാണ് എന്ന് വ്യക്തമാക്കി കാണിക്കുന്നുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെ ലോകത്തെ വലിയ ചരക്ക് കപ്പൽ വരെ എത്തി നിൽക്കുകയാണ്. ക്രെഡിറ്റിന് അർഹതയുള്ളത് ആരാണ്, അത് അവർക്ക് ജനങ്ങൾ നൽകിക്കൊള്ളും എന്നാണ് പറയുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുക്കാത്തത് എന്താണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ലെന്നും ആ ലിസ്റ്റ് തയ്യാറാക്കിയ കാര്യങ്ങളടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ പട്ടികയുടെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവിനെ അടക്കം ഉൾപ്പെടുത്തേണ്ടത്. ഏതായാലും സംസ്ഥാന സർക്കാർ അത് നൽകിയിരുന്നു. ഇതിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ LDF സർക്കാരിന്റെ വലിയൊരു വികസന പങ്ക് അതിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങളുമായി ചേർന്നത്.